ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ LKG ക്ലാസ്സിലെ ഹാഫ് ഇയർലി എക്സാം പ്രാക്ടീസ് ഇംഗ്ലീഷാണ് നമ്മളിന്ന് ചെയ്തു നോക്കുന്നത്. റൈറ്റ് ദ ഗിവൺ ലെറ്റർ. ഈ ഗിവൺ ലെറ്റർ ഇവിടെ എഴുതാൻ തന്നിരിക്കുന്ന ലെറ്റർ എഴുതുക. ഇതെന്താ? O P Q R S. റൈറ്റ് ദ ഗിവൺ ലെറ്റർ. തന്നിരിക്കുന്ന ലെറ്റർ എഴുതാൻ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മിസ്സിംഗ് ലെറ്റർ. ജെ തൊട്ട് ടി വരെയുള്ള ലെറ്ററിലെ മിസ്സിംഗ് ആയിട്ടുള്ള ലെറ്റർ അവിടെ എഴുതാൻ. ഏതൊക്കെയാ? ജെ, കെ, എൽ, എം, എന്താ? എൻ, ഒ, പി, ക്യു, ആർ, എസ്, ടി. ക്യാപിറ്റൽ ലെറ്റർ ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. ജെ കഴിഞ്ഞ ജെ, അപ്പോൾ വിട്ടുപോയത് ഏതാ? കെ, അപ്പോൾ കെ എന്ന് എഴുതണം. എൽ, എം, പിന്നെന്താ വിട്ടുപോയത്? എം കഴിഞ്ഞ എൻ, ഒ, പി, ക്യു, ആർ, എസ്, ടി. അപ്പോൾ ഇതിൽ വിട്ടുപോയ ഭാഗങ്ങൾ നമ്മൾ എഴുതണം. അതിവിടെ ഏത് ലെറ്ററിലാണ് തന്നിരിക്കുന്നത് നോക്കുക. ഇവിടെ ഏത് ലെറ്ററാണ്? ക്യാപിറ്റൽ ലെറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആൻസർ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കിൾ ഓഡ് വൺ. എന്താണ്? സർക്കിൾ ചെയ്യാനല്ലേ? ഓഡ് വൺ ആയിട്ടുള്ളത് സർക്കിൾ ചെയ്യാൻ. ഒരുപോലെ അല്ലാത്തത് ഏതാണ്? ഇത് എം, എം, എം. ഇത് കെ ആണ്. പിന്നെ എം. അപ്പം ഇതിലെ ഒരുപോലെ അല്ലാത്തത് ഏതാ? കെ. അതിനെ നമ്മൾ സർക്കിൾ ചെയ്തു. ഇനി അടുത്തത് ടി, ടി, എസ്, ടി, ടി. അപ്പം ഇതിലേതാ ഓഡ് വണ്ണ്? എസ് ആണല്ലേ. ഒരുപോലെ അല്ലാത്തതിനെ നമ്മൾ സർക്കിൾ ചെയ്യുക. അടുത്തത് പി, 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 എൽ, പി. അപ്പം ഇതിൽ ഓഡ് വണ്ണായിട്ട് വരുന്നത് എല്ലാണ് അല്ലേ. അടുത്തതോ ക്യൂ, ക്യൂ, ആർ, ക്യൂ, ക്യൂ. ഓഡ് വൺ ഏതാ? കൂട്ടുകാരൊന്ന് പറഞ്ഞേ. ആറാണ് ഓഡ് വണ്ണായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. മാച്ച് ദ ഫസ്റ്റ് ലെറ്റർ ടു ദ ഗിവൺ പിക്ചർ. ഇവിടെ തന്നിരിക്കുന്ന പിക്ചറിൽ ഫസ്റ്റ് ലെറ്റർ ഏതാ? നമുക്ക് അവിടെ മാച്ച് ചെയ്ത് കൊടുക്കാം. ഇതെന്താ? നീഫാണ് അല്ലേ. ഇതേതാ? കെ. കെ ഫോർ നീഫ്. ഇനോ ഇതെന്താണ്? ഓറഞ്ച്. ഓറഞ്ച് ഇതിൽ ഏതാ ലെറ്ററാണ്? ഓയാണല്ലേ. ഓ ഫോർ ഓറഞ്ച്. ഇത് സൺ. എസ് ഫോർ സൺ. ഇനി ഇതോ? റോസ്. റോസ് ഏതാ? ആർ ഫോർ റോസ്. ഇതിൻ്റെ ആദ്യത്തെ ലെറ്ററിലേക്ക് നമ്മൾ ഇങ്ങനെ മാച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റൈറ്റ് ദ സ്മോൾ ലെറ്റർ. ഇതിൻ്റെ സ്മോൾ ലെറ്റർ എഴുതണം. എങ്ങനെയാ? ഓടെ സ്മോൾ ലെറ്റർ എന്താ? സ്മോൾ ലെറ്റർ ഓ. എയുടെയോ? സ്മോൾ ലെറ്റർ എ. ആർ എങ്ങനെയാ സ്മോൾ ലെറ്ററിൽ എഴുതുക? ആർ. ജെ, ജെ. ഇനി ടീന്ന് എങ്ങനെ എഴുതുക? ടി. ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്റർ തരുമ്പോൾ അതിൻ്റെ സ്മോൾ ലെറ്റർ എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റൈറ്റ് ദ നെക്സ്റ്റ് ആൽഫബറ്റ്. ഇതിൻ്റെ അടുത്ത ആൽഫബറ്റ് ഏതാണെന്ന് വെച്ചെങ്കിൽ അത് എഴുതണം. എൽ കഴിഞ്ഞ എം, പി കഴിഞ്ഞ ക്യൂ, ജെ കഴിഞ്ഞ കെ, ആർ കഴിഞ്ഞ എസ്, എൻ കഴിഞ്ഞ ഒ, എ കഴിഞ്ഞ ബി, എൽ, എം, പി, ക്യൂ, ജെ, കെ, ആർ, എസ്, എൻ, ഒ, എ, ബി. നെക്സ്റ്റ് ആൽഫബറ്റ് എഴുതണം. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സർക്കിൾ ദ കറക്റ്റ് ആൽഫബറ്റ് ഫോർ ദ ഗിവൺ പിക്ചർ. പിക്ചറിലെ കറക്റ്റ് ആൽഫബറ്റ് എഴുതുക. ഇതെന്താണ്? ഇത് ആൻഡ് ആണ്. ആൻഡ് ഏത് ആൽഫബറ്റാ? എ ഫോർ ആൻഡ്. അതിനെ നമ്മൾ സർക്കിൾ ചെയ്തു. ഇത് പാരറ്റ്. പാരറ്റ് ഏതാ? പി ഫോർ പാരറ്റ്. അപ്പം അതിനത് എഴുതി സർക്കിൾ ചെയ്തു. ഇത് ബാറ്റ്. ബി ഫോർ ബാറ്റ്. ഹൗസ്. എച്ച് ഫോർ ഹൗസ്. ഓക്കെ. ഇനി റൈറ്റ് ദ ബിറ്റ്വീൻ ലെറ്റർ. ഇടയിലുള്ള ലെറ്റർ നമ്മൾ എഴുതണം. എങ്ങനെ എഴുതാം? എൻ ഒ പി. NOP. G
ജി കഴിഞ്ഞ എച്ച് ഐ ജി എച്ച് ഐ ഒ പി ക്യു ഇനിയോ ജി എച്ച് ഐ എൽ എം എൻ ജെ കെ എൽ ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബൈ.